രചന തീർത്ത അമ്മൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഉച്ചവെയിൽ അതിന്റെ പരകോടിയിലെത്തിയപ്പോൾ ഓരോ ചുവട് വെക്കുമ്പോഴും കാലിന്റെ അടിവശം പൊള്ളുന്നുണ്ടായിരുന്നു. ആ പൊരിവയിൽ ഉരുകുന്ന പാതയിലൂടെ ആൻമരിയ നടക്കുകയായിരുന്നു. വിയർപ്പും പൊടിയും പുരണ്ട് നിറമങ്ങിയ നൂലുകൾ ഇഴപിരിഞ്ഞ ഒരു പഴയ കോട്ടൺ സാരിയോടെ മെലിഞ്ഞ ശരീരത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് പ്രത്യാശയുടെയും സ്വപ്നങ്ങളുടെയും നിറമുണ്ടായിരുന്ന ആ സാരി ഇന്ന് വെറുമൊരു തുണിക്കഷ്ണം മാത്രമായി മാറിയിരിക്കുന്നു. അവളുടെ തലമുടി ചിതറി കിടക്കുന്നു. മുഖത്ത് ആഴ്ചകളായുള്ള അലച്ചിലിന്റെയും ഉറക്കമില്ലായ്മയുടെയും അടയാളങ്ങൾ, പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കറുത്ത നിഴലുകൾ ആഴത്തിൽ പടർന്ന ആ മിഴികളിൽ പ്രത്യാശയുടെ ഒരു ഇറ്റു വെളിച്ചം പോലും ബാക്കിയില്ലായിരുന്നു. അവളുടെ കൈകളുടെ മുഷിഞ്ഞ സഞ്ചിയിലാകെയുള്ള സമ്പാദ്യമായി കുറച്ച് ശൂന്യത മാത്രം. ഓരോ നിമിഷം അവൾ തളർന്നു വീഴുമെന്ന് തോന്നിപ്പിച്ചു. പെട്ടെന്നാണ് ആ ചുട്ടുപൊള്ളലിനെ കീറി മുറിച്ചുകൊണ്ട് ആത്മനൊമ്പരമായ ഒരു പിഞ്ചസ്വര അവളെ തേടിയെത്തിയത്. മങ്ങിയ നൂലിഴകൾ പാറി തുടങ്ങി അഴുക്കുപുരണ്ട കുഞ്ഞുടുപ്പിട്ട ഒരു കൊച്ചു സുന്ദരി. അമ്മേ, എന്താ പൊന്നാ? തളർന്ന കാലടികൾക്കിടയിലും വറ്റാത്ത സ്നേഹത്തോടെ അവൾ തന്റെ കുഞ്ഞിനെ നോക്കി. ഒരു കൈ കൊണ്ട് തന്റെ അമ്മയുടെ വിരലുകളിൽ തൂങ്ങി, മറുകൈ മെലിഞ്ഞുണങ്ങിയ സ്വന്തം വയറിൽ അമർത്തി പിടിച്ച് ആ കുരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വെച്ചിക്കുഞ്ഞു അമ്മേ. ആ വാക്കുകൾ ഒരു കൂരമ്പ് പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു. സ്വന്തം വിശപ്പിനേക്കാൾ മകളുടെ വയറിലെ ആ വിളിയായിരുന്നു അവളെ തളർത്തിയത്. ഉള്ളുവിടക്കുന്ന വേദനയോടെ മകളെ നോക്കുമ്പോൾ ആ മിഴികളിൽ തന്റെ ജീവിതം ഒരു സിനിമയിലെന്ന പോലെ മിന്നിമറഞ്ഞു. ഞാൻ ആൻമരിയ. കൂടെയുള്ളത് എൻ്റെ 3 വയസ്സുകാരി മകൾ മരിയ ജോൺ. ജനിച്ചപ്പോൾ മുതൽ അനാഥത്വത്തിന്റെ തണുപ്പറിഞ്ഞവളാണ് ഞാൻ. മേരിമാത ഓർഫനേജിലെ കല്ലുവാകിയുടെ നാടുകളിലും തണുത്ത ചുമരുകൾക്കുള്ളിലുമായിരുന്നു എൻ്റെ ബാല്യം. അച്ഛൻ ആരെന്നോ അമ്മയാരെന്നോ അറിയാത്ത കുട്ടിക്കാലം. +2 കഴിഞ്ഞ് ഡിഗ്രി സ്വപ്നങ്ങളുമായി നടക്കുമ്പോഴാണ് ജോൺ ഫിലിപ്പ് എന്ന കുരിശിങ്കൽ വീട്ടിലെ ബിസിനസ്സുകാരൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പള്ളിപ്പെരുന്നാളിന് കണ്ടു തുടങ്ങിയ ഇഷ്ടം ഒടുവിൽ ഓർഫനേജിലെ ഫാദർ ഔറാച്ചിന്റെ മുമ്പിൽ ആലോചനയായി എത്തി. വലിയ തറവാടും പണവുമുള്ള കുടുംബമായതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ ഭാവി സുരക്ഷിതമാവെന്ന് കരുതി ഫാദർ എന്നെ ജോണിനെ കൈപ്പിടിച്ച് നൽകി. അന്ന് എനിക്ക് പ്രായം വെറും 18. ലോകത്തിന്റെ ചതിക്കുഴികളെ കുറിച്ച് ഒന്നും അറിയാത്ത പ്രായം. തുടക്കത്തിൽ സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ വലിയ വീട്ടിലെ ഐശ്വര്യമാണ് ഞാനെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആ സ്നേഹമെല്ലാം വെറും ഒരു മുഖംമൂടിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. വിവാഹം കഴിഞ്ഞ് മരിയ ജനിച്ചതോടെയാണ് അയാളുടെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. രാത്രി വൈകിയുള്ള വരവുകളും മദ്യപാനവും ഒടുവിൽ അയാളുടെ അവിഹിത ബന്ധങ്ങളും നേരിട്ട് കണ്ടുപിടിച്ചതോടെ ആ സ്നേഹം വന്യമായ പകയായി മാറി. സത്യങ്ങൾ പുറത്തറിയുമെന്ന ഭയത്താൽ അയാൾ എനിക്കെതിരെ കരുക്കൾ നീക്കി. ഇല്ലാത്ത കാരണങ്ങൾ ചമച്ച് ബന്ധുക്കളുടെ ഓർഫനേജിന്റെയും മുമ്പിൽ എന്നെ ഒരു മോശം പെണ്ണായി ചിത്രീകരിച്ചു. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് പറയുന്ന എത്ര സത്യമാണ്. അയാളുടെ സ്വാധീനത്തിൽ എല്ലാവരും എന്നെ വെറുത്തു. ഒടുവിലെ രാത്രിയിൽ കയ്യിൽ കരുതലുമായി ഒന്നുമില്ലാതെ ഹൃദയത്തോടെ ചേർത്ത ഈ 3 വയസ്സുകാരിയുമായി അയാൾ എന്നെ പടിയിറക്കി വിട്ടു. അറപ്പും വെറുപ്പും കലർന്ന കണ്ണുകളോടെ ചുറ്റുമുള്ളവർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ, അഭയം നൽകുമെന്ന് കരുതിയവർ പോലും വാതിലുകൾ അടച്ചപ്പോൾ ഞാൻ ശരിക്കും അനാഥയായി. ഒരു നേരത്തെ ആയിരത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോഴും ഈ പൊരിവയിൽ എനിക്ക് താങ്ങായി അവളുടെ കുഞ്ഞുവിരലുകൾ മാത്രമാണുള്ളത്. കരയേണ്ട മോളെ, അമ്മ എങ്ങനെയെങ്കിലും. ഓർമ്മകളുടെ ഭാരത്തോടെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ആൻമരിയ പാതയോരത്ത് ആ തണൽമരത്തിന് ചുവട്ടിൽ തളർന്നിരുന്നു. വിശപ്പും തളർച്ചയോടെ കാഴ്ചകളെ മറച്ച് അവൾ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നു അത്. ബോധം മറിയുന്നതിന്റെ വക്കിലെത്തെ ആൻമരിക്ക് തന്റെ ചുറ്റും ആളുകൾ കൂടുന്ന പോലെ തോന്നി. പക്ഷേ സംസാരിക്കാൻ പോലുമുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു. പെട്ടെന്നാണ് ഒരു കറുത്ത കാർ അവർക്കരികിലായി ബ്രേക്കിട്ട് നിന്ന്. കാറിൽ നിന്നിറങ്ങിയത് വെള്ളവസ്ത്രധാരിയായ മുഖത്ത് വലിയ ശാന്തതയുള്ള പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കണ്ണുകളിൽ ആൻമരിയെ കണ്ടത് പണ്ട് ഓർഫനേജിൽ അനുഭവിച്ച അതേ വാത്സല്യമായിരുന്നു. ആറ് വേഗത്തിൽ വന്ന് ആൻമരിയെ താങ്ങി പിടിച്ചു. മോളെ, നീ ഇതെവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ എത്ര തിരഞ്ഞു. ആ സ്ത്രീയുടെ വാക്കുകളിൽ നിറഞ്ഞ ആകുലത ആൻമരിയെ അത്ഭുതപ്പെടുത്തി. അവൾ കണ്ണുകൾ പണിപ്പെട്ട് തുറന്നു നോക്കി. അത് മേരിമാത ഓർഫനേജിലെ പുതിയ മദർ സുപ്പീരിയർ ആയിരുന്നു. മുമ്പ് ഓർഫനേജിൽ സഹായിയിട്ടുണ്ടായിരുന്ന സിസ്റ്റർ ആനി ഇന്ന് മദറായി ചുമതലയേറ്റിരിക്കുന്നു. മദർ, ഞാൻ. ആൻമരിയ പൊട്ടിക്കരഞ്ഞു. അവളുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കിട്ട് പൊട്ടി. എല്ലാം ഞങ്ങൾ അറിഞ്ഞു മോളെ. ആ ജോണിന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടു. അവൻ കൂടെ താമസിപ്പിച്ചിരുന്ന സ്ത്രീ തന്നെ അവനെ ചതിച്ചു. അവന്റെ ബിസിനസ്സിലെ തട്ടിപ്പുകൾ നിന്നെ പുറത്താക്കാൻ ചെയ്ത ക്രൂരതകളെല്ലാം പോലീസിന് മുമ്പിലെത്തി. അവനിപ്പോ നിയമത്തിന്റെ മുമ്പിലാ. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കർത്താവ് തന്നെ വഴിയൊരുക്കി. മദർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തുടർന്നു. ഫാദർ ഔറാച്ചൻ മരിക്കുന്നതിന് മുമ്പ് നിന്നോട് ചെയ്തതിന് മാപ്പിരുന്നിരുന്നു. ജോണിന്റെ വാക്കുകൾ വിശ്വസിച്ച് നിന്നെ കൈവിട്ടതിൽ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് നിന്നെ എങ്ങനെയും കണ്ടെത്താൻ ഞങ്ങളെ ഏൽപ്പിച്ചാണ് അദ്ദേഹം യാത്രയായത്. മാസങ്ങളായി ഞങ്ങൾ നിന്നെ തിരയുകയായിരുന്നു മോളെ. ആൻമരിയെ വിശ്വസിക്കാനാവാൻ നോക്കി നിന്നു. ലോകം തന്നെ വെറുത്തപ്പോൾ ദൈവം തന്നെ കൈവിട്ടിരുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
മദർ കുഞ്ഞുമരിയെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്തു. വിശന്നു കരഞ്ഞ ആ കുഞ്ഞിന്റെ മുഖത്ത് മദർ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കണ്ടപ്പോൾ ഒരു വിടർന്ന ചിരി വിരിഞ്ഞു. വാ മോളെ, ഇനി ആരും നിന്നെ ഒറ്റപ്പെടുത്തില്ല. നിനക്ക് പഠിക്കണം. നിന്റെ മകൾ അന്തസ്സോടെ വളർത്തണം. അതിനുള്ള കരുത്ത് കർത്താവ് നിനക്ക് തരും. ഓർഫനേജിന്റെ വാതിൽ നിനക്കായി തുറന്നു കിടക്കുന്നു. അവിടെ നീ വെറുമൊരു അന്തേവാസിയല്ല, മറിച്ച് അവിടുത്തെ മകളാ. ആർക്കു വേണ്ടി കാറിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ആ പൊരുവയിൽ നിന്ന് തണുപ്പുള്ള തണലിലേക്ക്, അപമാനത്തിൽ നിന്ന് അന്തസ്സിലേക്ക് ആ അമ്മയും മകളും യാത്രയായി. കാർ നീങ്ങുമ്പോൾ റോഡിൽ ആ ചൂട് കാറ്റല്ല, മറിച്ച് തന്റെ ജീവിതത്തിലേക്ക് വീശിയ കുളിർക്കാറ്റാണ് ആൻമരി അനുഭവിച്ചത്. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോൾ പൊഴിഞ്ഞത് സങ്കടക്കണ്ണീരായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ പുലരിയുടെ പ്രത്യാശയായിരുന്നു. നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കുമ്പോൾ ദൈവം നമുക്കായി ചില അത്ഭുതങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാവും. ഒറ്റപ്പെടലിന്റെ കനൽ വഴികളിൽ ആരുമില്ലാതെ ഉരുകുമ്പോൾ ദൈവം നമുക്കായി കരുതി വെച്ച ചില മുഖങ്ങളുണ്ട്. ദൈവം സ്വന്തം മകൾക്ക് പകരം മറ്റൊരു മനുഷ്യഹൃദയം കടം വാങ്ങി നമ്മെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങൾ. അതെ, അവിടെയാണ് വാക്കുകൾക്ക് അതീതമായ ആ ആത്മബന്ധം ജന്മമെടുക്കുന്നത്. ഒരു തുള്ളി കണ്ണുനീരിന് കാവലായി എത്തുന്ന ആദർശ സ്പർശം ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: നാം ഒരിക്കലും തനിച്ചല്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും രൂപത്തിൽ ദൈവം എപ്പോഴും നമുക്കിടയിൽ വാഴുന്നുണ്ട്. ആൻമരിയുടെ യാത്ര അവസാനിക്കുകയല്ല, മറിച്ച് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് തുടങ്ങുകയായിരുന്നു. പ്രത്യാശയുടെ പ്രകാശം നിറഞ്ഞ പുതിയൊരു ജീവിതം.